നമസ്കാരം. ഞാൻ ഡോക്ടർ സായിജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ക്യാൻസറിനെ കുറിച്ച് ഭയമില്ലാത്തതായി ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതിന് കാരണമുണ്ട്. ഒരുപാട് അധികം ക്യാൻസർ കേസുകൾ നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. പലപ്പോഴും വളരെ ഒരു ടെർമിനൽ സ്റ്റേജിലൊക്കെ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇന്ന വ്യക്തിക്ക് ക്യാൻസർ ആണെന്ന് അറിയപ്പെടുന്നത്. അത് നമ്മളൊരു പക്ഷേ വേണ്ടപ്പെട്ടതോ അല്ലെങ്കിൽ നമുക്ക് ആരാണെങ്കിൽ പോലും നമുക്കത് അറിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മാനസികമായ ഒരു അവസ്ഥയുണ്ടാകാറുണ്ട്. പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിലും സ്വകാര്യ ക്ലിനിക്കുകളിലും ബാക്കിയൊക്കെ എത്തുന്ന പല പേഷ്യൻസും ഒരു കാരണവുമില്ലാതെ തനിക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് ഭയപ്പെടുന്ന വ്യക്തികളുമുണ്ട്. എന്നാൽ അതേസമയം ശ്രദ്ധിക്കപ്പെടേണ്ടതായ പല ലക്ഷണങ്ങളും അവഗണിച്ച് കളയുന്നതുമുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസർ നേരത്തെ മുൻകൂട്ടി അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായൊരു വാർത്ത. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാൻസറിനെ സംബന്ധിച്ച് ഏർലി ഡിറ്റക്ഷനാണ്. എത്രമാത്രം നേരത്തെ നമ്മൾ ക്യാൻസർ രോഗത്തെക്കുറിച്ച് ബോധവാനായിരിക്കുമോ അല്ലെങ്കിൽ നമുക്കത് ക്യാൻസറിൻ്റെ ലക്ഷണമാണെന്ന് തിരിച്ചറിയുന്നു, എത്ര വേഗം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നോ തീർച്ചയായും ആ വ്യക്തിക്ക് ആ രോഗത്തിൽ നിന്നും 99% രോഗവിമുക്തി നേടാമെന്ന് ഇരിക്കെ തീർച്ചയായും ചില ശരീരം തന്നെ കാണിച്ചു തരുന്ന ചില അപായ സൂചനകൾ, ചില വാർണിംഗ് സൈൻസ് ഒരിക്കലും അവഗണിക്കപ്പെടാൻ പാടില്ലാത്തതും തീർച്ചയായും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കുവാനായി, എളുപ്പം അതെങ്ങനെ ഓർമ്മയിൽ വയ്ക്കുവാൻ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ആണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചില ലക്ഷണങ്ങൾ, ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒരുപക്ഷെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഉടനെ അത് ക്യാൻസറാണെന്ന് സ്വയം സ്ഥിരീകരിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്യേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് ബോധവാന്മാരായിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം ഇത് വെച്ചിട്ട് മാത്രമാണ് ഇന്ന് ഞാനത് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ന്യൂമോണിക്സ് വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു ഓർമ്മശാസ്ത്രം വെച്ചിട്ട് നമുക്കിതെങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ള ഒരു കാര്യമാണിന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ക്യാൻസർ നമ്മൾ പറയുന്നു, ക്യാൻസർ എന്നല്ല ഏത് രോഗമാണെങ്കിലും പ്രതിരോധം, പ്രിവെൻഷൻ, അതിനുപരിയായിട്ട് നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ഇംഗ്ലീഷിൽ നമുക്ക് അതിനെ ഒരുപക്ഷെ കാഷ്യസ് ആയിരിക്കുക അല്ലെങ്കിൽ എന്നുള്ളതായിരിക്കും, കാഷ്യസ് ആയിരിക്കുക എന്നുള്ളതാണ്. ആ കാഷ്യസ് ആയിരിക്കുക എന്നുള്ള വാക്കിൽ നിന്ന് ഞാൻ കോഷൻ എന്നുള്ള വാക്കെടുക്കുകയാണ്. ഇന്ന ലക്ഷണങ്ങളുണ്ട് എങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു അപായ സൂചന തരുന്ന അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തരുന്ന ഒരു വാക്കായ കോഷൻ, പ്രിക്കോഷൻ അല്ലെങ്കിൽ കോഷൻ എന്നുള്ള വാക്ക് CAUTION, കോഷൻ എന്നുള്ള വാക്കിൻ്റെ ന്യൂമോണിക്സാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ കോഷൻ്റെ ഇതിനകത്ത് നമുക്ക് ആദ്യം പറയാനുള്ളത് C ആണ്. ആ സിയുടെ കാര്യത്തിൽ പറയാനുള്ളത് എന്തു പറയാൻ, ചേഞ്ച് ഇൻ ബവൽ ഓർ ബ്ലാഡർ ഹാബിറ്റ്സ്. ചേഞ്ച് ഇൻ ബവൽ ഓർ ബ്ലാഡർ ഹാബിറ്റ്സ് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശോധന വ്യവസ്ഥയിൽ, മലശോധന വ്യവസ്ഥയിൽ നമുക്ക് അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന രീതിയിൽ നിന്നും പതിവിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്തമായി നമുക്ക് അതിലൊരു മാറ്റം, സ്ഥായിയായി മാറ്റം നമ്മൾ കാണുന്നു എന്ന് വെച്ചാൽ നമ്മളത് ശ്രദ്ധിക്കപ്പെടണം. ഒരു പക്ഷേ മലവിസർജന സമയത്ത് ഒരു പക്ഷേ ഒരു ദിവസം അല്ലെങ്കിൽ 1-2 പ്രാവശ്യം പോകുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് പ്രാവശ്യം പോകുന്നു, അല്ലെങ്കിൽ മലം വഴിയോ അല്ലെങ്കിൽ അത് ബ്ലഡ് പോകുന്നു ഇതൊക്കെ ഞാൻ പറയുമ്പോഴൊരു കാര്യം മനസ്സിലാക്കണം. സാധാരണ പൈൽസ് തൊട്ട് ഹെമറോയിഡ്സ് തൊട്ട് ഫിസ്റ്റുല തൊട്ട് ഫിഷർ തൊട്ട് പല രോഗങ്ങൾ, അമീബിയാസിസ് പോലുള്ള പല അസുഖങ്ങളിലും മോഷൻ വഴി ബ്ലഡൊക്കെ പോവാം. എങ്കിൽ പോലും വയറിന് അസ്വസ്ഥതയൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, IBS എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ, വയറിന് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു സുപ്രഭാതം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നാൾ കൊണ്ട് ശോധന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു. അത് മലബന്ധമായിക്കോട്ടെ, വയറിളക്കമായിക്കോട്ടെ, അത് ബ്ലഡ് പോകുന്നതായിക്കോട്ടെ, വട്ടവർ എന്താണെങ്കിലും അങ്ങനെ ഉണ്ട് എങ്കിൽ ഇനി ഒരു പക്ഷേ മൂത്രം പോകുന്ന കാര്യത്തിൽ തന്നെ ഒരു പക്ഷേ മൂത്രം പോകുമ്പോൾ പെയിൻ തോന്നുക, ഡിസ്യൂറിയ എന്ന് പറയും, പെയിൻ തോന്നുക, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം മൂത്രം പൂർണ്ണമായും തീർന്ന് പോയിട്ടില്ല, വീണ്ടും എന്തോ കുറച്ച് അവശേഷിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ വരിക. തീർച്ചയായും അത് പ്രോസ്റ്റേറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിനുമൊക്കെ അങ്ങനെ വരാറുണ്ട്. അതപ്പോൾ എന്നിരുന്നാൽ പോലും, അല്ലെങ്കിൽ മൂത്രത്തിൽ ബ്ലഡ് കാണുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്തമായ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധയിൽപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒന്നും കാണാൻ വഴിയില്ല എങ്കിൽ പോലും നമ്മളതൊന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതൊന്ന് പരിശോധനയ്ക്ക് വിധേയമാവുക എന്നുള്ളതാണ്
ഒരു കാര്യം പറയണ്ട. അപ്പോൾ ഞാൻ ഈ കോഷൻ്റെ ഇതിനകത്ത് CAUTION എന്ന് ഞാൻ പറഞ്ഞു, അതിനകത്ത് C പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ആ എക്ക് നമ്മൾ സാധാരണ പറയുന്നത് എ സോർ ത്രോട്ട് ദാറ്റ് ഡസിൻ ഹീൽ എന്നാണ്. ഒരു തൊണ്ട വേദനയോ അല്ലെങ്കിൽ ഒരു സോർ ത്രോട്ട്, അല്ലെങ്കിൽ അത് ഒച്ചയടപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ തൊണ്ടവേദന ആയിക്കോട്ടെ, തൊണ്ടയിലുള്ള കരകരപ്പായിക്കോട്ടെ, കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കിത് കാണുന്നു. അത് ഏതൊരു മരുന്ന് കഴിച്ചിട്ടും യാതൊരുവിധ പ്രതിവിധിയും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ശബ്ദമടപ്പാണ്, അല്ലെങ്കിൽ ഒച്ചയടപ്പാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വേദനയാണ്, അല്ലെങ്കിൽ ഒരു കരകരപ്പാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് തീർച്ചയായും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ശ്രദ്ധിക്കപ്പെടണം. അപ്പോൾ അതൊരു മുൻവിധിയായിരിക്കണം. അപ്പോൾ കോഷൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, സിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ചേഞ്ച് ഇൻ ബ്ലാഡർ ഓർ ബവൽ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു. രണ്ടാമത് സോർ ത്രോട്ട് ദാറ്റ് ഡസിൻ ഹീൽ എന്ന് പറഞ്ഞു. CAU റെപ്രസെൻറ്റ്സ്, അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്നത് അൺയൂഷ്വൽ ബ്ലീഡിങ് ഫ്രം എനിവെയർ ഫ്രം ദ ബോഡി എന്നാണ്. നമ്മുടെ ശരീരഭാഗത്തിൽ നിന്നിട്ട് എവിടെ നിന്നാണെങ്കിലും, ശരീരഭാഗത്തിൻ്റെ ഏത് ഭാഗത്തിൽ നിന്നും അൺയൂഷ്വലായിട്ട് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ബ്ലഡ് പോവുക. അതൊരു പക്ഷേ ജനനേന്ദ്രിയങ്ങളിൽ നിന്നാവാം, അല്ലെങ്കിൽ മൂക്കിൽ നിന്നാവാം, വായിൽ നിന്നാവാം, തൊണ്ടയിൽ നിന്നാവാം. എവിടെയാണെങ്കിലും ശരി അൺയൂഷ്വലായിട്ടൊരു ബ്ലീഡിങ് നമുക്കുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കപ്പെടണം. അപ്പം CAU ഞാൻ പറഞ്ഞു അല്ലേ. അത് കഴിഞ്ഞാൽ CAUT തിക്കനിങ് ആർ ലംബ് ഇൻ ദ ബ്രസ്റ്റ്. ഇതിന് മുമ്പും മാറിലെ മുഴകളും ക്യാൻസർ സാധ്യതകളെയും ഡെൻസ് ബ്രസ്റ്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ആ വീഡിയോയുടെ ഒരു ഇതുകൂടെ കൊടുക്കുന്നതാണ്. ശരീരത്തിൻ്റെ ഏത് ഭാഗമായിക്കോട്ടെ ഒരു പരിധിക്കപ്പുറം അവിടെ കട്ടിയാവുക, തിക്കനിങ് ആവുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കഴുത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഒരു എന്താ പറയുക മുഴ പോലെ വരിക, ഒരു തിക്കനിങ് ആയിട്ട് വരിക, അത് ഒന്ന് കട്ടി പിടിക്കുക എന്നുള്ള രീതിക്കാണ്. അത് ചെസ്റ്റിലാവാം, ബ്രസ്റ്റിലാവാം, മറ്റ് പല സ്ഥലങ്ങളിലും ആവാം. ഇനി ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പലർക്കും ഈവൻ തലയിൽ പേനുള്ള ആൾക്കാർക്ക് പോലും, കുട്ടികൾക്ക് പോലും ചിലപ്പോൾ കഴുത്തിൻ്റെ സൈഡിൽ ചിലപ്പോൾ ഒരു ചെറിയ ഇതെന്ത് പറയാൻ മുഴ പോലെ ഒക്കെ കാണാം. കാലിൽ നമ്മുടെ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ പക്ഷേ ഒരു തുട സൈഡിൽ നമുക്ക് നാടൻ ഭാഷയിൽ അതിനെ പതക്കളാന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ചെറിയ തുട എടുക്കുന്ന ആ ഭാഗത്ത് ചെറിയ സ്വെല്ലിങ് വരാം. അങ്ങനെയൊക്കെ വരുന്നത് സർവ്വസാധാരണമാണ്. ഇത് പറഞ്ഞു കേട്ടതുകൊണ്ട് എനിക്കതുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു ഭയപ്പെടേണ്ട കാര്യമില്ല. എങ്കിൽ പോലും നമ്മൾ ഇന്നലെ വരെയില്ല, പെട്ടെന്ന് നമ്മളൊരു സ്ത്രീകൾ സ്വയം 40 വയസ്സ് അല്ലെങ്കിൽ കഴിഞ്ഞാൽ അവർ സ്വയം 40 വയസ്സിന് മുമ്പേ തന്നെ ചെയ്യേണ്ടതാണ്, സ്ഥാനം പരിശോധിക്കണമെന്നാണ്. നമ്മുടെ ആ ഭാഗത്ത് നമുക്ക് ഒരു കട്ടിയായിട്ട് ഫീൽ ചെയ്തു. ആ കട്ടിയായിട്ട് ഫീൽ ചെയ്ത് വരുമ്പോൾ വീണ്ടും നമ്മളത് റെഗുലറായിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ആ കട്ടി അങ്ങനെ തന്നെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അതുണ്ട്, അതൊരു പ്രശ്നമാണ് എന്ന് നമുക്ക് തോന്നിയാൽ അത് എവിടെ ആയിക്കോട്ടെ, ഇപ്പോൾ തിക്കനിങ് ഓർ ലംബ് ഇൻ ദ ബ്രസ്റ്റ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടണം. അപ്പം CAUT പറഞ്ഞു. ഇനി പറയാനുള്ളത് ആണ് ഇൻഡൈജഷൻ ഓർ ഇന്നബിലിറ്റി ടു സോളോ. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഏതൊരു കുഴപ്പവും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ദഹനം ശരിയല്ല. പ്രത്യേകിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ മറ്റൊരു കാരണവും കാണണമെന്നില്ല. എന്തോ നമ്മൾ കഴിക്കുന്നതൊന്നും ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ ശരിയല്ല. ഇപ്പോൾ എനിക്ക് വളരെ ദഹനക്കുറവാണ്. ഒരു പക്ഷേ 1-2 ദിവസം അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ബാക്കിയുള്ള രീതി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവാം. അതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് ഒരു 3 മാസം 4-5 മാസമായിട്ട് ഇങ്ങനെയൊക്കെ എനിക്ക് കാണുന്നു എന്ന് പറഞ്ഞാൽ അതും ഒരു അലാറം, ഒരു വാണിംഗ് സൈനാണ്. നമ്മളത് ശ്രദ്ധിക്കണം. ഇനി ഇൻഡൈജഷനോടൊപ്പം ഞാൻ പറഞ്ഞത് ഒരു ഇന്നബിലിറ്റി ടു സോളോ എന്ന് പറഞ്ഞു. നമുക്ക് കഴിച്ചിറക്കാനായിട്ട് ഒരു വിഷമം തോന്നുന്നു, ബുദ്ധിമുട്ട് തോന്നുന്നു, പ്രയാസം തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചിലപ്പോൾ ടോൺസിലൈറ്റിസ് ഉണ്ടാവാം, ഫാരിഞ്ചൈറ്റിസ്, പല ഇവിടെ ത്രോട്ടിനകത്ത് വരുന്ന തരത്തിലുള്ള ഇൻഫ്ലമേഷൻ പലതും കൊണ്ടുണ്ടാവാം, ഫാരിഞ്ചൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ്, പലതും, ടോൺസിലൈറ്റിസ്. ആ തൊണ്ടവേദന കാണാൻ എന്തായാലും കഴിച്ചിറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിനകത്ത് മരണമെന്നില്ല. ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് തീർച്ചയായും വരാം. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ കഴിച്ചിറക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതും ഒരു വാണിംഗ് സൈനാണ്. നമ്മളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ CA പറഞ്ഞു, U പറഞ്ഞു, തിക്കനിങ് ഉള്ള ലംബ് പറഞ്ഞു, ഇൻഡൈജഷൻ നമ്മുടെ എന്താ പറയുക ദഹനം തകരാറിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഓയാണ്. ആ ഓയുടെ കേസിനകത്ത് പറയാനുള്ളത്
ഒബ്വിയസ് ചേഞ്ച് ഇൻ എ മോൾ ഓർ എ വാർട്ട്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വാർട്ട് നമ്മൾ സാധാരണ ഭാഷയിൽ നമ്മൾ അതിന് അരിമ്പാറ എന്ന് പറയും. അങ്ങനെ അരിമ്പാറയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊരു മറുകുണ്ട്, ആ മറുകൊന്നും മാറുന്നില്ല, അല്ലെങ്കിൽ ആ വാർട്ട് നമ്മുടെ ദേഹത്തുണ്ടായിരിക്കുന്ന വാർട്ട് അല്ലെങ്കിൽ ഈ അരിമ്പാറ പെട്ടെന്ന് വളരുന്നു, അതിൽ നിന്ന് ബ്ലഡ് വരുന്നു. സർവ്വസാധാരണമായി ഇന്ന് അരിമ്പാറയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായും അവിടെ നമ്മൾ ശ്രദ്ധാവാന്മാരായിരിക്കണം. ഒബ്വിയസ് ആയിട്ടുള്ള ഇനി ഒന്ന് അവസാനം CAUTIO പറഞ്ഞ് ഇനി പറയാനുള്ളത് നാഗിങ് ആണ്. അവിടെ എൻ റെപ്രസെൻറ്റേറ്റ് ചെയ്തത് നാഗിങ് കഫ് ഓർ ഹോഴ്സിനസ്. നമുക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ അലസോരപ്പെടുത്തുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ, അല്ല എങ്കിൽ അതിൻ്റെ കൂടെ ഒരു കാരണവുമില്ലാതെ കഴിഞ്ഞ കുറേ മാസങ്ങളായി നമുക്ക് ഒച്ചയടപ്പ് ശബ്ദമടപ്പ് തോന്നുന്നു. അങ്ങനെ തോന്നിക്കഴിഞ്ഞാലും നമ്മൾ അതൊന്നും ശ്രദ്ധവാന്മാരായിരിക്കണം. പലപ്പോഴും തണുപ്പൊക്കെ അടിച്ച് ഒച്ചയടപ്പും പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. എന്നിരുന്നാൽ പോലും വിട്ടുമാറാത്തൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിന് പരിശോധനയ്ക്ക് വിധേയമാകണമെന്നാണ്. അപ്പോൾ കാഷൻ്റെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതിനകത്ത് പറയാനുള്ളത്, ഏതൊരു വ്യക്തിക്കാണോ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു, അവൻ്റെ ശരീരഭാരം വളരെയധികം കുറയുന്നു. ഒരുപക്ഷെ ഡയബറ്റീസ്, ചില ഇൻസുലിൻ ഡിപ്പെൻഡ്, ഒബേസിറ്റി ഡയബറ്റീസിനൊരു കാരണമാകും. ഡയബറ്റീസ് വരുമെന്നുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് ഷുഗർ വന്നതിന് ശേഷം അല്ലെങ്കിൽ പഞ്ചസാരയുടെ അസുഖം വന്നതിന് ശേഷം നമുക്ക് വ്യക്തമായിട്ട് അറിയാം അവൻ്റെ ശരീരഭാരം ക്രമാതീതമായി കുറയാറുണ്ട്. നമ്മളത് കാണുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കാറുണ്ട്, തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ പഞ്ചസാരയുടെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അതിലുപരിയായി വളരെ വേഗത്തിൽ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റ് കാരണങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. അത് ഒരു പ്രധാന കാര്യമാണ്. ഇനി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പനി വരുന്നു. പനിയേ വിട്ടുമാറുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും പനി വിട്ടുമാറുന്നില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, പലപ്പോഴും പല കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കും ചിലപ്പോൾ ഒരുപക്ഷെ പ്രതിരോധ ശേഷി കുറവായിട്ടുള്ളവർക്ക് 2 ദിവസം പനിയിരിക്കും, അത് കഴിഞ്ഞ് വീണ്ടും പനി വരും. അതൊക്കെ സർവ്വസാധാരണമാണ്. ഇതൊന്നും കണ്ട് ആർക്കും ഇതൊന്നും ഉണ്ടാവേണ്ട കാര്യമല്ല. ജസ്റ്റ് ഇതിനെക്കുറിച്ചൊരു ബോധവാനായിരിക്കാൻ വേണ്ടി മാത്രം ഞാനത് പറഞ്ഞു എന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ വിട്ടുമാറാത്ത തരത്തിലുള്ള പനി, ഞാൻ നേരത്തെ പറഞ്ഞു, വെയിറ്റ് ലോസിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ പനിയുടെ കാര്യം പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം, പനിയും തുടർച്ചയായിട്ടുള്ള പനിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മുടെ രക്തപരിശോധനയിലോ ബാക്കി നോക്കുമ്പോൾ പ്രധാനമായിട്ടും രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവായിട്ട് കാണുന്നു. ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവായി കാണുമ്പോൾ അങ്ങനെ കണ്ടുവരും വിത്തൗട്ട് എനി കാസ്. ഒരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ആൻറ്റിവിഷൻസി അനിമിക്കൊക്കെ നമ്മളിപ്പോൾ ആഹാരം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ആവശ്യത്തുള്ള സ്വാഭാവികമായി പലർക്കും കുറവായി കാണാറുണ്ട്. തീർച്ചയായും മാസമുറയൊക്കെ വളരെ അധികരിച്ച് പോകുന്ന സ്ത്രീകളിൽ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ആവശ്യത്തുള്ള വൈറ്റമിൻസ് അല്ലെങ്കിൽ അയൺ എടുക്കാത്ത ആൾക്കാരിൽ അങ്ങനെ വരുന്നുണ്ട്. അയൺ അബ്സോർപ്ഷൻ ശരിയല്ലാത്തവർക്ക് ആ രീതിക്ക് കാണാറുണ്ട്. എങ്കിൽ പോലും പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു നിർത്താം. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു അൾസർ അല്ലെങ്കിൽ ഒരു പുണ്ണ് പോലെ ഒരു മുറിവ് പോലെ വന്നിട്ട് അത് ഒരു വിധത്തിലും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. സാധാരണ വെരിക്കോസ് അൾസറും ബാക്കിയുള്ള അൾസറൊക്കെ കുറയാൻ സമയമെടുക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഡയബറ്റിക് അൾസർ പോലും സമയമെടുക്കുന്നതാണ്. ബട്ട് എനി അൾസർ ക്യാൻ ചേഞ്ച് ഇൻ ടു എ ക്യാൻസർ സ്റ്റേറ്റ് എന്നാണ്. ഉണങ്ങാത്ത ഒരു മുറിവ് തീർച്ചയായും നമുക്ക് കൂടുതലായിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ബോധവാനായിരിക്കണമെന്നുള്ളതാണ്. പിന്നെ അൾസറിന് പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണത്, എങ്കിലും ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വളർച്ചയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ഇന്നിപ്പോൾ ക്യാൻസറിനെ കുറിച്ച് പെട്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരുപാട് ടെസ്റ്റുകൾ, മാർക്കറ്റ് ടെസ്റ്റുകൾ, ഇന്ന കാര്യങ്ങൾ കൂടി ഇരുന്നാൽ രക്തപരിശോധനയിൽ പോലും നമുക്ക് ക്യാൻസറിനെ കുറിച്ച് അറിയാമെന്നുള്ളതാണ്. അത്തരം വിഷയങ്ങളുമായി ഇനി മറ്റൊരു അവസരത്തിൽ വരാം. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡോക്ടർ ഷൈജി ടോക്സ് കൂടെ വീണ്ടും ആരോഗ്യപരമായ ബാക്കി മറ്റു വിഷയങ്ങളുമായി വീണ്ടും വരുന്നതാണ്. അടുത്ത തവണ കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.